എന്നും ഓർക്കുക, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. സ്ത്രീകളെ എല്ലാം നമുക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. ശരിയായ പരാതികളും ശരിയായ കംപ്ലൈൻസും ഉന്നയിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. പക്ഷെ വ്യാജ പരാതികൾ ഉണ്ടാകാറില്ലേ? അതിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയല്ലേ നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു മനുഷ്യനെ, സരിതയെ പോലൊരു വ്യക്തിയുടെ വ്യാജ പരാതിയുടെ പേരിൽ എത്ര വർഷങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും വേട്ടയാടിയത്? എന്താ ഒരു വ്യാജ പരാതി? നമ്മുടെ നാട്ടിൽ അങ്ങനെ എത്രയോ പേർക്ക് എത്രയോ കേസുകളിൽ വ്യത്യസ്ത വ്യാജ പരാതി വന്നിട്ടുണ്ട്. ചാര കേസിൽ നമ്പി നാരായണനെ വേട്ടയാടിയത് ഓർമ്മയില്ലേ? ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ, ചിലരൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, അവർ വേട്ടയാടിയത് ഓർമ്മയില്ലേ? അന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞു. ശ്രീ ദിലീപിന്റെ കേസിൽ ഇതുവരെ അണുകിട പോലും തെളിവില്ലാതെ അദ്ദേഹത്തെ വേട്ടയാടുന്ന ഓർമ്മയില്ലേ? ഒരു പ്രമുഖ പ്രൊഡ്യൂസറും ഒരു പ്രമുഖ സംവിധായകനും അവരെ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ വേട്ടയാടിയിട്ട് അവർക്കെതിരെയുള്ള പരാതികൾ വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ? ഇപ്പൊ ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. ഒരു ബംഗാളി നടി, അവരുടെ പേര് പറയുന്നില്ല, ഇനിയോ അവരും അതിജീവിതയാണെന്ന് അറിയപ്പെടുന്നുള്ളതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. ആ ബംഗാളി നടി ഇദ്ദേഹം പാലേരി മാണിക്യം എന്ന് പറയുന്ന 2019 സെറ്റിൽ ഇവരുടെ വളയിൽ തൊട്ടു, ഇവരുടെ മുടിയിൽ തൊട്ടു, എന്താ പറയുക, കഴുത്തിൽ സ്പർശിച്ചു എന്നാണ് 15 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ രഞ്ജിത്ത് അതിശക്തമായത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത് ഉടനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്? നാളെ ഇതേപോലൊരു വ്യാജാരോപണം നിങ്ങൾക്ക് നേരെ വരില്ലേ? എനിക്ക് നേരെ വരില്ലേ? മറ്റൊരാൾക്ക് നേരെ വരില്ലേ? അപ്പോ ഒരു വ്യാജ ആരോപണമോ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത ആരോപണത്തിന്റെ പേരിൽ മാറണ്ട. ഇത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ വസ്തുത തിരിച്ചറിയുന്നത് വരെ ആരെയും മാറ്റി നിർത്തരുത്, ആരെയും അകറ്റി നിർത്തരുത്. പലപ്പോഴും പലരുടെയും തന്ത്രം ഇതാണ്. അതായത് റോള് കിട്ടാത്തവർക്ക് പലപ്പോഴും ദേഷ്യവും അസൂയയും ഒക്കെ തോന്നുന്ന സ്വാഭാവികമാണ്. പൃഥ്വിരാജിന്റെ സിനിമയിലെ നായികയാക്കാം എന്ന് ഒരാൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ നായികയാക്കാൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു, തന്നെ പീരീഡ്സ് ഉള്ളപ്പം ചവിട്ടി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അവസാനം കോടതി പറഞ്ഞ് എന്താ അറിയാമോ പോലീസുകാരോട്? ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യേണ്ട, ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നത് മീഡിയക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയല്ലേ എന്ന്. ഈ കയ്യടി കിട്ടാൻ വേണ്ടി നിലപാടെടുക്കുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അങ്ങനെ ആവരുത്. ഈ നാട്ടിലെ ഏതൊരു പുരുഷനും ഏതൊരു മനുഷ്യനും നാളെ ജയിലിൽ പോണ്ടി വരും ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ചാൽ. അല്ലെങ്കിൽ പരാതി വന്നാൽ ഉടനെ, ആരോപണം വന്നാൽ ഉടനെ ഒരാളെ കുറ്റക്കാരന് ചാപ്പ് കുത്തുന്ന ഉടനെ വേട്ടക്കാരനായി, ഇരയും വേട്ടക്കാരനുമായി. അങ്ങനെയല്ല, പരാതിക്കാരിയും ആരോപിതനും. ഇനി കുറച്ച് സ്ത്രീപക്ഷ നിലപാട് നമുക്കും കൂടി എടുത്ത് പരാതിക്കാരെ ഇര എന്ന് വിളിച്ചോളൂ, അവര് വിക്ടിം എന്ന് വിളിച്ചോളൂ. പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്നത് വേട്ടക്കാരനല്ല, മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഭാര്യയും അമ്മയും അച്ഛനും കുട്ടിയും കുടുംബവും ഒക്കെ ഉണ്ട്. അയാളുടെ വീട്ടിലും സ്കൂളിൽ പോകുന്ന മക്കളുണ്ട്. അയാൾക്ക് നാളെ റവന്യൂ ഉണ്ട്, അയാൾക്കും ജോലിയുണ്ട്, അയാൾക്കും സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും ഉണ്ട്. അയാൾ തെറ്റുകാരനാണെങ്കിൽ കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ അയാളെ ഏറ്റവും തീവ്രമായ ശിക്ഷ, രൂക്ഷമായ ശിക്ഷ കൊടുത്തോളൂ. പക്ഷെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുമ്പേ നമ്മൾ കുറ്റക്കാരനാണെന്ന് വിധിക്കരുത്. അതുകൊണ്ട് രഞ്ജിത്തിനൊപ്പം നിൽക്കേണ്ടത് കേരളീയ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, എല്ലാ പുരുഷന്മാരുടെയും ആവശ്യമാണ്, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും ആവശ്യമാണ്. രഞ്ജിത്തിനൊപ്പം മാത്രമല്ല, ആരോപിതരായ ഏതൊരു പുരുഷനും കുറ്റവാളിയാണെന്ന് കോടതി തെളിയിക്കുന്നത് വരെ അവർ നിരപരാധികളാണെന്ന് ഉറച്ചു പറയാൻ നമുക്ക് സത്യം വേണം. ഇല്ലെങ്കിൽ നാളെ ഏതൊരു പുരുഷനും ജയിലിൽ പോകാൻ യാതൊരു മടിയും കാണും. അതുകൊണ്ട് അതിശക്തമായി ആരോപണങ്ങളെല്ലാം ബഹുമാനിക്കുന്നു. പല ആരോപണങ്ങളും ശരിയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പല ആരോപണങ്ങളും ശരിയാണ്, ജെനുവിനാണ്. പക്ഷേ ആ ആരോപണങ്ങളിൽ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകാം, ശരിയായ ആരോപണങ്ങൾ ഉണ്ടാകാം. അങ്ങനെ എത്രയോ വ്യാജ മീറ്റു വ്യാജ ആരോപണങ്ങൾ വന്നിരുന്നു. ജോണി ഡെപ്പും ആംബർ ഹേർഡും, അതായത് ജോണി ഡെപ്പ് എന്ന അന്താരാഷ്ട്ര നടൻ, അദ്ദേഹത്തിന്റെ പഴയ ഭാര്യ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. അവസാനം കോടതി $10 മില്യൺ അഥവാ 80 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പേരിൽ ഈ സിനിമാ മേഖലയെ കരിവാരിത്തേക്കാനും എല്ലാവരും മോശക്കാരനാണെന്ന് ചിത്രീകരിക്കരുത്. സിനിമ ഒരു അധോലോകമല്ല, മാഫിയ സംഘമല്ല. നമ്മളുടെ എല്ലാം സംസ്കാരം തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന പാട്ടുകളിലൂടെ, സംഗീതത്തിലൂടെ, കലയിലൂടെ, കോസ്റ്റ്യൂമിലൂടെ നമ്മുടെ സംസ്കാരത്തെ തന്നെ ഏറ്റവും പ്രോജ്വലിപ്പിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക, അവരെ കരിവാരിത്തേക്കുക അല്ല വേണ്ടത്. ആരോപണങ്ങളാണ്, അത് ശരിയാകാം തെറ്റാകാം, കോടതി പറയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമസ്കാരം.